നമസ്കാരം. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ സാമ്പത്തികമായ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി ഇന്ത്യ. ഭീകരപ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പ റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. രാജ്യാന്തര നാണയനിധി, കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, UN എന്നീ വേദികളിൽ പാകിസ്ഥാനെതിരെയുള്ള നീക്കം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. പാകിസ്ഥാന് ഫണ്ടുകളും വായ്പകളും ഒക്കെ നൽകുന്നത് പരിശോധിക്കണമെന്ന് IMFനോട് ഇന്ത്യ ആവശ്യപ്പെടും. പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്നാവും ആവശ്യപ്പെടുക. IMFന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം $700 കോടി IMF പാകിസ്ഥാന് വായ്പ നൽകിയത്. മാർച്ച് മാസത്തിൽ 130 കോടി രൂപയുടെ സഹായവും പാകിസ്ഥാന് നൽകിയിരുന്നു. മെയ് 9-ന് IMF എക്സിക്യൂട്ടീവ് ബോർഡ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഇന്ത്യയുടെ ഈ ആവശ്യം. IMFൽ നിന്നുള്ള പണം മുടങ്ങിയാൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാറിലാവും. പാകിസ്ഥാൻ അത് കനത്ത തിരിച്ചടിയുമാവും എന്നതിൽ സംശയമില്ല. അതിനിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞു. കുപ്വാര, ഉറി, അഗ്നൂർ മേഖലകളിലാണ് പാകിസ്ഥാൻ വെടി ഉതിർത്തത്. ഇത് 9ാം തവണയാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്.